ഒരു ദിവസം ഞങ്ങൾ വചനം പങ്കുവച്ചതിന് ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഞങ്ങൾ 2 വൈദികരുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രീസ്റ്റ് റെസിഡൻസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒരു മനുഷ്യൻ ഞങ്ങളോട് അല്പം സാമ്പത്തിക സഹായം ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്, എനിക്ക് മരുന്ന് വാങ്ങുവാൻ പൈസയില്ല, അല്പം കുറച്ച് പൈസ തന്ന് എന്നെ സഹായിക്കണം. ഞങ്ങളുടെ ലോവയിൽ കൈയിട്ട് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ഈ പോക്കറ്റിൽ, ലോവയുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ പൈസയൊന്നുമില്ലായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ നമ്മൾ വചനം എഴുതി കൊടുക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛൻ വേഗം ഒരു വചനം ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തു. വചനം ഇതാണ്: ജെറമയയുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ ഒരു വചനമാണ് ആ മനുഷ്യന് എൻ്റെ കൂടെയുള്ള അച്ഛൻ കൊടുത്തത്. ഈ ഒരു വചനം കിട്ടിയപ്പോൾ അയാൾ വളരെ അസ്വസ്ഥനായി. കാരണം ഈ മനുഷ്യന് വേണ്ടത് മരുന്ന് വാങ്ങാനുള്ള പൈസയാണ്. എന്നാൽ പൈസ ആ സമയത്ത് ഞങ്ങളുടെ അടുത്തില്ലാത്തതുകൊണ്ട്, മറ്റൊന്നും ചെയ്യാനും പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വചനം നൽകി ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. എന്നാൽ ഈ മനുഷ്യന് ഭയങ്കര അസ്വസ്ഥനായി ഇദ്ദേഹം. അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് അവിടെ നിന്ന് പോയി, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ വീണ്ടും നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ച് അച്ഛന്മാരെ ആരെങ്കിലും കാണാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനാണ് ഇദ്ദേഹത്തെ അന്ന് സ്വീകരിച്ചത്. അപ്പോൾ എന്നോട് ഇദ്ദേഹം ആദ്യം ചോദിച്ചൊരു ചോദ്യം: അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല അച്ഛാ, ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. എൻ്റെ പ്രശ്നം, ഞാൻ എയ്ഡ്സ് രോഗിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മരുന്ന് വാങ്ങുവാൻ പൈസ തരണമെന്ന് പറഞ്ഞു. പൈസ തരുന്നതിന് പകരം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ അച്ഛൻ ഒരു വചനമാണ് എനിക്ക് നൽകിയത്. അത് ജെറമയയുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യമാണ്. ഈ വചനം എന്നും വായിക്കുവാൻ എന്നോട് പറഞ്ഞു. ഞാൻ വളരെ അസ്വസ്ഥനായിട്ടാണ് ഇവിടുന്ന് പോയത്. ആദ്യം ഞാൻ ആ വചനം ഞാനത് വായിച്ചൊന്നുമില്ല. ഞാനതിങ്ങനെ വെറുതെ ആ വചനം അവിടെ എറിഞ്ഞു കളഞ്ഞു ആദ്യം, ആ ഒരു പേപ്പർ. അതിനുശേഷം എനിക്കൊന്നും ചെയ്യാൻ ഇല്ല, കാരണം എൻ്റെ അടുത്ത് പൈസയില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല. അങ്ങനെ മെല്ലെ ഈ വചനം ഞാൻ വായിച്ചു തുടങ്ങി. വചനം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ഉന്മേഷം കിട്ടി. ഞാൻ വീണ്ടും ഈ വചനം തന്നെ ഒത്തിരി തവണ വായിച്ചു. ഒരു ദിവസം തന്നെ ഒത്തിരി തവണ ഈ വചനം ഞാൻ വായിക്കുമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ 37 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എൻ്റെ ഭാരം. ഇപ്പോൾ ഞാൻ 67 കിലോ ഉണ്ട്. എൻ്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ്, എയ്ഡ്സിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ ഒരു ബ്ലഡിലില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇപ്പോൾ എയ്ഡ്സിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലില്ല എന്ന്. അദ്ദേഹം സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നത്. ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കാണിച്ചു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എയ്ഡ്സ് നെഗറ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, ഈ ഒരു സംഭവം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. ഒരുപക്ഷെ അന്ന് ഈ മനുഷ്യന് അല്പം സാമ്പത്തിക സഹായം ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹം സന്തോഷവാനായിട്ട് തിരിച്ചു പോയേനെ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിയേനെ. എന്നാൽ വചനം ഇദ്ദേഹം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആ വചനം തന്നെ ഇദ്ദേഹത്തിന് ഒരു ശക്തി നൽകി, ഈ വചനത്തിൽ വിശ്വസിക്കുവാനുള്ള ഒരു കൃപ നൽകി. അതോടൊപ്പം വചനം ഇദ്ദേഹത്തെ തൊട്ട് സുഖപ്പെടുത്തി.